മച്ചന്മാരെ നമ്മൾ വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറ്റും, നമ്മളിപ്പോൾ വലിയൊരു പാൻഡമിക് സിറ്റുവേഷനിൽ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തോട്ട് തന്നെ ഇറങ്ങുന്ന വളരെ റിസ്ക് പിടിച്ച പരിപാടിയാണ്. അത് മാത്രമല്ല ഇപ്പോൾ കല്യാണ സീസണോട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കല്യാണ സീസണിൽ നമുക്ക് ഡിജിറ്റൽ ആയിട്ട് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും ഫ്രം അപ്സ്റ്റോക്സ് ഗോൾഡ് ആപ്പ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോം. 30 ലക്ഷം യൂസേഴ്സ് ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ ഇന്റർഫേസ് പറഞ്ഞാൽ വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവിടെ നിന്ന് കിട്ടുന്ന സ്വർണം 99.9% പ്യൂർ 24 കാരറ്റ് ഗോൾഡ് ആണ്. പിന്നെ പണിക്കൂലി ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വെറും 3% GST മാത്രം. ഇതിന്റെ ഗോൾഡ് വാൾസ് എന്ന് പറഞ്ഞാൽ 100% സെക്യൂർ ആണ്. നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല, പക്കാ സെക്യൂർ ആണ്. അത് മാത്രമല്ല നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കേവലം ₹1 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 24/7 നമ്മുടെ കൺവീനിയൻസ് പ്രകാരം നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഗോൾഡ് ലൈവ് മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് സ്വർണ്ണം വാങ്ങിക്കാനും പറ്റും, വിൽക്കാനും പറ്റും. അത് മാത്രമല്ല അവർ ഉടനെ തന്നെ ഹോം ഡെലിവറി സിസ്റ്റം കൂടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ മച്ചന്മാരെ, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? സ്റ്റാർട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ് ജേർണി റൈറ്റ് നൗ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേഷൻ ഫ്രീ ആണ്. അത് മാത്രമല്ല നമ്മുടെ ലിങ്ക് ത്രൂ പോവാണെങ്കിൽ നിങ്ങൾക്ക് 51 രൂപീസിന്റെ ഈ ഗോൾഡ് കിട്ടുന്നതായിരിക്കും. നമ്മളിവിടെ നിൽക്കുന്നത് മലപ്പുറത്താണ്. മോഡിഫൈഡ് കാർസിന്റെ സിറ്റിയാണ്. നിങ്ങളിപ്പോൾ ഇൻട്രോ കണ്ട പോലെ മാരക മോഡിഫൈഡ് വണ്ടികളാണ്. ഞാൻ തന്നെ ശരിക്കും സർപ്രൈസ്. ഈ വണ്ടി ഉണ്ടോ മാധവേ, പറയടാ, ഇത് ഏത് വണ്ടി? ഹോണ്ടയുടെ ജാസ് പറഞ്ഞ വണ്ടിയാണ്. ജാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ സാധനം? കുറെ മച്ചാൻ ഈ നിൽക്കുന്ന കുറെ മച്ചാൻ അവിടെ ഇരിക്കുന്ന കുറെ മച്ചാൻ ചോദിച്ചു ഇത് ഏതാ വണ്ടി, എനിക്ക് പോലും അറിയില്ല. എടാ ഇതെന്താ ജാസ് അല്ലേ? ജാസ് ആണ് അതിന്റെ ഓണർ. എന്താണ് ഇൻസ്പിറേഷൻ പറയൂ. അടിപൊളിയായിട്ട് നീ ഇത് എത്ര മുടക്കിയിട്ടുണ്ട് ഈ വണ്ടിയിൽ? ഞാനൊരു 3.5 ലക്ഷം മുടക്കിയിട്ടാണ് വണ്ടി എടുത്തത്. 3.5 ലക്ഷം മുടക്കിയിട്ട് എന്താണ് പ്രചോദനം? പറ. ഈ ഒരു സാധനം അത് സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് നീ അത് മോഡിഫൈ, എന്താണ് പ്രചോദനം? പറഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഷോ, അതേമാതിരി നമുക്ക് വണ്ടി താല്പര്യം ചെയ്തിറക്കാനുള്ള ഒരു താല്പര്യം കൊണ്ട് വണ്ടി ഇറക്കി ആണല്ലേ. പിന്നെ അതിനുള്ളിൽ ഇത്ര വൃത്തിയില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് വൃത്തിയാക്കി ഇന്റീരിയറൊക്കെ ഒന്ന് റെഡാക്കി എടുത്ത് ചില മോഡിഫൈഡ് കാർസ് ഉണ്ട്, നമുക്കൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ഇത്രയും ഒരു ഈ ഗ്യാങ് എങ്ങനെ പോറാം? എടാ മച്ചാ ഗ്യാങ് വാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാം കൂടെ പഠിച്ചു തരാം. ഇല്ല പിന്നെ എങ്ങനെ നിങ്ങൾ യുണൈറ്റ് ആയി? ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാനിട്ട, പക്ഷെ ഇതേപോലെ ഒരു മാരക വണ്ടി നമ്മൾ ഇമ്മാരി ഷോർട്സ് എടുത്തിട്ടുണ്ട്. അത് പക്ക. ഇതിപ്പോ മറ്റേ ഒരു BMW മുതലാളിയുടെ സൽമാൻ, ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് സിവിക്കിനോട് ഇത്ര ക്രൈസ്? ഇതിന്റെ അത് ഇപ്പൊ രണ്ട് മൂന്ന് സിവിക് ഉണ്ട്. എന്താണ് സിവിക്കിനോട് ഇത്ര ക്രൈസ്? ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും സിവിക് തന്നെയാണ്. ഏറ്റവും എല്ലാം ഇവിടെ ഓൾമോസ്റ്റ് 100-90% ഇവിടെ ഓൾമോസ്റ്റ് സിവിക് എന്തായാലും ഇവിടെ ചെയ്തത് ശരിക്കും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അല്ലേ? അതേപോലെ എനിക്ക് തോന്നുന്നു മറ്റേ സ്വിഫ്റ്റും അതേപോലെ ചെയ്യാൻ തോന്നുന്നല്ലേ? ന്യൂ മോഡൽ സ്വിഫ്റ്റ്, ഒരു സ്വിഫ്റ്റ് ഉണ്ട് കാഴ്ച, അത് ഒരു പെടപ്പം സാധനം ഉണ്ട് സഞ്ജു കാഴ്ച. ഓരോ വണ്ടിയാണ് നമുക്ക് ഓരോ സ്പെസിഫിക്കേഷനും അതിന്റെ ഫീച്ചേഴ്സും ഏത് ലെവൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, എത്ര രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എന്താണ് ഫ്യൂച്ചർ മോഡിഫിക്കേഷൻ പ്ലാൻസ് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. നമ്മളിപ്പോ നിൽക്കുന്നത് ജാസിന്റെ ഉള്ളിലാണ്. എടാ ഇതെന്താ RPM മീറ്റേഴ്സ് അല്ലേ? എന്തോന്നത് പൊളി. ഇവനെ ഏത് വഴി കൂടി പോയാലും സ്പോർട്ടിംഗ് അല്ലേ? സ്പോർട്ടിംഗ് എങ്ങനെയുണ്ട് ബ്രോ? നല്ല ഉഷാറായിട്ട് നമുക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഡയറക്റ്റ് RPM മീറ്റർ കൊടുത്തിട്ടുണ്ടല്ലേ? ഫംഗ്ഷനായി വണ്ടി എടുത്തപ്പോ വൈറ്റ് കളറായിരുന്നു. പിന്നെ അതിന്റെ ശേഷം ചെറിയ ഇതായിട്ട് നമ്മൾ റെഡ് കളർ ചെയ്ത് ഇന്ത്യയിൽ ഫുള്ള് റെഡ് ആക്കിയിട്ടുണ്ട്. കാര്യങ്ങൾ മൊത്തം റെഡ് ആക്കിയിട്ടുണ്ട്. ഫുള്ള് റെഡ്. ഇത് വണ്ടിനോടുള്ള ക്രേസാണ് നമ്മള്
ശരിക്കും പറഞ്ഞാണല്ലോ മോഡിഫിക്കേഷൻ ഒരു കലയാണ് അല്ലേ? അത് ചെയ്തവർക്ക് പ്രത്യേകിച്ച് ഇവനെ പോലെ മച്ചാൻ നമ്മുടെ സെക്കൻഡ് എടുത്തിട്ട് ഫുള്ളി കസ്റ്റം ചെയ്യുന്ന ഒരു കലയാണ് അത്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിടിച്ചാൽ നമുക്ക് ഫൈൻ കൊടുക്കുക, ഇറങ്ങി പോരാ. എന്നാലും മാറ്റത്തില്ല, ഫൈൻ കൊടുത്താലും മാറ്റത്തില്ല. നമ്മള് ഇപ്പൊ സ്റ്റിക്കർ വർക്ക് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ചെയ്ത് ഇറക്കിയത്. നമ്മള് പിന്നെ അങ്ങനെ വണ്ടിനോട് ക്രേസ് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒന്നും മാറ്റില്ല. ഇനിയുമാണ് ഇതിമ വർക്ക് എടുക്കാൻ ഇനിയും പൈസ മറക്കും. നമ്മൾ സിവിക്കിനോട് ഇനി അടുത്ത് സിവിക്കിലോട്ടാണ് ചേഞ്ച് ചെയ്യാൻ. എനിക്ക് ആക്ച്വലി സിവിക്കൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണല്ലോ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി തുടങ്ങി കേട്ടോ. നമുക്ക് ഞാൻ അടുത്ത വണ്ടിയിലോട്ട് പോയി നോക്കാം. സൽമാനെ പറ, എത്ര വണ്ടിയുണ്ട്? എനിക്ക് അറിയാൻ വേണ്ടി എത്ര വണ്ടിയുണ്ട്? നീ ചിരിക്കാത്ത കാര്യം പറ, എത്ര വണ്ടിയുണ്ട്? പോരട്ടെ. ആ താറ്, BM, സിവിക്, 3. കർത്താവേ, 3 വണ്ടി. എന്താണ് നീ ചെയ്യുന്നതെന്ന് പറയാം. നിന്റെ പണി എന്താണ് നിന്റെ പരിപാടി? ഇതന്നെ വണ്ടി ഫീൽഡ് തന്നെയാണ്. ആണോ? മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കുക, വർക്ക് എടുത്ത് കൊടുക്കുന്നു. കൊള്ളാം. ഈ വണ്ടിയിൽ ഈ BM-ല് എത്ര മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്? ഇത് ജസ്റ്റ് കിറ്റ് ചേഞ്ച് ചെയ്തു. കിറ്റ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. കാര്യം ഞാൻ അത് ഇനി മറ്റേ ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം ഉണ്ടോ? ഇനി അലോയ് ചേഞ്ച് ചെയ്യണം. അലോയ് അല്ലേ? സൽമാനെ ഇൻഷാല്ലാ എന്ന് പറഞ്ഞല്ലോ, സാധനം ചെയ്തിരിക്കും അല്ലേ? ദൈവ സഹായിച്ചാൽ സാധനം ചെയ്യുന്നത്. കാരണം മോഡിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കലയാണ്. നമുക്ക് എത്ര ചെയ്താലും മടി വരത്തില്ല. പക്ഷെ കാശ് വേണം കേട്ടോ, അതൊരു കാര്യമാണ്. പിന്നെ സൽമാൻ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല അല്ലല്ലയാ. സൽമാന്റെ അടുത്തൊരു വണ്ടിയാണ് താറ്. സൽമാന് ഒരു മോൺസ്റ്റർ വണ്ടിയാണ് കേട്ടോ. താറ് ബൈ ഇറ്റ്സെൽഫ് ഒരു മോൺസ്റ്റർ വണ്ടിയാണ്. പറ, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതില്? ടയേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് മാറ്റിയല്ലേ? പിന്നെ എക്സോസ്റ്റ് മാറ്റിയാ? എക്സോസ്റ്റിൽ ആ ബ്ലൂ ടിൻറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ സംഗതി വേറെ ലെവലായി. പക്ഷെ പറഞ്ഞേ ഇതിന്റെ പേരാണ് സ്നോർക്കൽ. എനിക്ക് അറിയത്തില്ലായിരുന്നു. പറ, എന്താണ് ഇതുകൊണ്ടുള്ള യൂസ്? ഈ ഉള്ള റണ്ണിങ് ഷോട്ട്സ് എല്ലാം എടുത്ത് നമ്മുടെ താറിൽ കിടന്ന് ചത്ത് കിടന്ന് ഒക്കെയാണ് ഞാൻ എടുത്തോണ്ടിരുന്നത്. ഇനി വേറെ ഏതാ വണ്ടിയുള്ളത്? സിവിക്ക്. സൽമാനാണ് ഇന്നത്തെ ഹീറോ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ജോയിൻ, ഇതേപോലെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ കണ്ടിട്ടില്ല. മോഡിഫിക്കേഷൻ ലെവലിൽ നമ്മൾ മാധവനോട് പറഞ്ഞപ്പോൾ അവൻ എല്ലാം ഹുക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. മലപ്പുറത്ത് വന്ന് ഞാൻ കുറേ പേർക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നീ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചാടി വീണു കേട്ടോ. മറ്റേ ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് ഇവൻ്റെ വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ ശരിക്കും റേവ് ചെയ്ത് നമ്മൾ വെയിറ്റ് അരമുക്കാൽ മണിക്കൂറാണ് വെയിറ്റ് ചെയ്തല്ലേ. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇവൻ നമ്മളെ ഒന്ന് മനസ്സിൽ ലെഡ് പൊട്ടിച്ച് പോയ വണ്ടി ഇതാണ്. ഇതിൻ്റെ ഓണർ മറ്റേ പേര് പറ, മെഹലൂഫാണ്. മെഹലൂഫേ, എന്താണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്? ടോട്ടലി ഒരു യൂണീക്ക് ആയിട്ട് തന്നെ കസ്റ്റം ചെയ്തെടുത്താണ്. കണ്ടാൽ തന്നെ അറിയാം. ഇത് ആക്ച്വലി ലൈസൻസ് കിട്ടുമോ ഈ സാധനത്തിന്? ഈ കളർ അടിക്കാൻ നമുക്ക് ലൈസൻസ് ഒന്നും വേണ്ടത് അല്ലേ? പക്ഷെ പൊളി ലെവലായിട്ടാ ഇത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും യൂണീക്ക് സാധനം. ഇത് പറയുന്ന വണ്ടിന്റെ കളർ തന്നെ ഒരു ലെമൺ ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തത്. വേറെ സൈലൻസർ മാറ്റിയിട്ടുണ്ട്. എക്സോസ്റ്റ് കംപ്ലീറ്റ് പെർഫോമൻസ് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിയേണ്ട സാധനം. എത്ര മുടക്കിയിട്ടുണ്ട് ഈ സാധനത്തിൽ? ടോട്ടല് ഓവറോൾ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ 8 ലാഖിന്റെ അടുത്തായി വണ്ടിന്റെ പ്രൈസ് ഇറക്കും. ടോട്ടൽ 8 ലക്ഷം രൂപ. ഈ കൂട്ടത്തിൽ വൺ ഓഫ് ദി ലിറ്റ് വണ്ടി. എന്തുകൊണ്ടാണ് എനിക്ക് കളർ ഇഷ്ടമായതുകൊണ്ടാണ്. സാധനം ലിറ്റ് വണ്ടി അടിപൊളി. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ലെവല് സാധനം. ഇതിന്റെ ബ്രേക്ക് പാഡ്സ് തന്നെ കളർ അടിച്ചിട്ടുണ്ട്. അതിന്റെ മഗ്സ് തന്നെ നോക്കി വീലിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന മഗ്സ് ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് ഒച്ചയാടാ ഇത്? പൊളി സാധനം കേട്ടാ. ഫുള്ള് റെഡ് അടിച്ചിട്ടുണ്ടല്ലേ? ഇന്റീരിയർ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നമ്മൾ വണ്ടി ടോട്ടലി ചെയ്തിരിക്കുന്നത്. ഇത് വേറെ ലെവലാണ് കേട്ടോ. വൺ ഓഫ് ദി മലപ്പുറത്ത് തന്നെ വൺ ഓഫ് ദി ലിറ്റ് സാധനം. വണ്ടി കാലിക്കറ്റ് ആണ് കേട്ടോ. മലപ്പുറം നമ്മള് ഫ്രണ്ട്സ് ആയിട്ടുള്ള മലപ്പുറം എന്ത് വ്യത്യാസമാണ്. പിന്നെ സിവിക്കിന്റെ കൂട്ടത്തിൽ വൺ ഓഫ് ദി ഹൈലൈറ്റിംഗ് വണ്ടിയാണ് ഇത്. ഇതും ഈ പച്ച വണ്ടി നോക്കി, എൻ്റെ കണ്ണ് വരെ ശരിക്കും കസ്റ്റമൈസ് റെഡ് കളറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. മച്ചാനെ ഇതിൻ്റെ അകത്ത് മോനെ എടാ പിടിച്ചേ പറ, അറിയാനുള്ള ആകാംക്ഷ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പറ. നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് കസ്റ്റം കിറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം കിറ്റ് അല്ലേ? പിന്നെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. യൂണീക്ക് അലോയ് ഞാൻ ഇത് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. വാവ് ഗായ്സ്, ഇതിൻ്റെ അകത്ത് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മുടക്കിയിട്ടുണ്ട്? 5 ലക്ഷം. എല്ലാവരും ഓൾ ആർ ക്രേസി അബൌട്ട് കാർസ് അല്ലേ? ഓ എന്റെ മോനെ, ഒരു ജീവിതമേ ഉള്ളൂ. എന്തുകൊണ്ട് മോഡിഫിക്കേഷൻ ലീഗൽ ആവുന്നില്ല? നമ്മൾ എന്ത് തേങ്ങാണ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ക്ലിയറൻസ് ഉള്ള വണ്ടി ഒരിക്കലും ഓവർ സ്പീഡ് പോകാൻ പറ്റില്ല.
സ്വാഭാവികം. ഇപ്പൊ നമ്മളുണ്ടല്ലോ എന്റെ വണ്ടി തന്നെ ചെറിയ ഈ ലെവലല്ല ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിലുണ്ടോ നമുക്ക് ടെൻഷനാ. പോലീസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ MVD കാണുമ്പോൾ പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വേറെ സീനില്ല. ഒരു പറയുന്ന കേൾക്കുക. നിന്റെ ലൈഫിൽ പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. ഇല്ലല്ലേ? നോക്കി വെച്ചോടെ. ബഹുമാനിച്ച് നിർത്തി കൊടുത്താൽ മതി. വേറെ സീനൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നാലും ഒരു കാര്യം ഉണ്ടല്ലോ, അവരുടെയൊക്കെ മൂഡ് പോലും അല്ലേ. അവര് നല്ല മൂടാണെങ്കിൽ ഒരു സീനും ഇല്ല. ചീത്ത മൂടാണെങ്കിൽ സാറേ ബുക്കും പേപ്പറുണ്ടോ? ഇതില്ല വണ്ടി ഫുള്ള് ഇങ്ങനെ അടിക്കുക. അത് വേറെ കാര്യം. നമ്മളത് ചെയ്യണ്ട. ഇത് നമ്മള് ഹാർട്ടിന്റെ പുറത്ത് ചെയ്യുന്നത്. നമ്മൾ മച്ചാ വൺ ലൈഫ് വൺ ഷോട്ട്, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മുടെ ആഗ്രഹത്തിന്റെ പുറയിൽ അങ്ങ് പോവാം. മച്ചാ പറഞ്ഞല്ലോ മോഡിഫിക്കേഷൻ ചെയ്യും. അതിനെന്തെങ്കിലും പോലീസ് പിടിക്കുക അല്ലെങ്കിൽ അവർ ഫൈൻ കൊടുത്ത് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ അന്നേരം മോഡിഫിക്കേഷൻ മാറ്റില്ലേ. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടി കുറച്ച് നടുക്കിടാൻ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇന്റീരിയർ വർക്ക്സ് കാണാൻ പറ്റും. വേറൊരു സാധനം ടുവേർഡ്സ് എൻഡ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാവരുടെ കയ്യിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്വിഫ്റ്റ് അവിടെ കിടപ്പുണ്ട്. ശരിക്കും മോഡിഫൈഡ് ആയ സാധനം നമുക്കത് കാണിച്ചു തരാം. അത് ലാസ്റ്റ് കാണാം. നല്ല വേറെ ലെവലാക്കും. ലോ ഫ്ലോർ വീട് നോക്കുക. ടയർ വീഴുന്നു ഈ സാധനം. വീടുള്ള സാധനം കേട്ടോ. ഇത് നോക്കി, എന്റെ ഇതുപോലും കേറുന്നില്ല. അത് തിരിക്കാൻ പറ്റുമോ? ഇങ്ങനെ തിരിക്കാൻ പറ്റുമോ? വിഷയം കേട്ടോ. പ്രഭാത് ബ്രോ, വണ്ടി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് മറ്റേ എയർ സസ്പെൻഷൻ, അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതാണ് നമ്മുടെ എയർ സസ്പെൻഷന്റെ കൺട്രോൾ സിസ്റ്റം. ഇതാണല്ലേ? ഇത് നമ്മുടെ കംപ്രസറിലെ പ്രഷറിന്റെ മീറ്റർ ആണ്. ഓക്കെ. ഇത് നമ്മൾ ഫ്രണ്ട് അപ്പ് ആൻഡ് ഡൗൺ, ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ. ഇത് നമ്മൾ ഫുള്ളായിട്ട് വണ്ടി ഡ്രോപ്പ് ചെയ്യാനുള്ളതാണ്. മൊത്തത്തിൽ വണ്ടി ഡ്രോപ്പ്. ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നത്, അക്കൗണ്ടൻ്റ് ആയിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കാറിൻ്റെ ഒരു ഇത് തുടങ്ങാൻ പോവുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ കാറിൻ്റെ എല്ലാ മോഡിഫിക്കേഷൻ വർക്ക്സും വാഷും എല്ലാ കാര്യങ്ങളും കൂടി തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ വരെ ലക്ഷങ്ങൾ കൊടുത്ത് കാർ എടുക്കുക, അത് ആ കാറിൻ്റെ അതേ പൈസ കൊടുത്ത് ലക്ഷങ്ങൾ മുടക്കി പിന്നെ മോഡിഫൈ ചെയ്യുക. ഇത് ഭ്രാന്തെന്നോ വികാരമെന്നോ പാഷനെന്നോ എനിക്കറിയത്തില്ല. എന്താണ് നിങ്ങൾ ഇത്ര ഡ്രൈവ് ചെയ്യുന്നത്? ഇതാരുടെ വണ്ടിയാണ്? ഇതാണ്. ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേ പച്ച സിവിക്കും ഈ വണ്ടി. എല്ലാ വണ്ടിയും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പക്ഷെ കാണാൻ കഴിയില്ല. സ്വിഫ്റ്റ് വന്നപ്പോൾ തൊട്ട് ഇവൻ്റെ ആ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ ഫസ്റ്റ് നോട്ടീസ് തരാം സ്വിഫ്റ്റ് ആണ്. എല്ലാവരുടെയും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വണ്ടി റയറായിട്ട് തോന്നുന്നത്. പക്ഷേ കണ്ടാൽ തന്നെ ഒരു റയർ ലുക്കില്ല. ഓക്കെ, വെള്ള മഗ്സ് എന്തൊക്കെയുണ്ട് അത് ചെയ്തിട്ടുണ്ട്? ഹെഡ്ലൈറ്റ് തന്നെ കണ്ടോ? ഇതിനകത്ത് ചെറിയ LED ബൾബ്സ് ആണ് സാധാരണ പോലെ. അതേപോലത്തെ സ്ട്രിപ്പ് അല്ല വെച്ചത്, ഇതേപോലെ LEDs ആണ് വെച്ചത്. ഇത് മറ്റേ ആനിമേഷൻസ് ഒക്കെ ഉണ്ടല്ലേ? സ്പോട്ടി കിറ്റ്സ് അല്ലേ? പിന്നെ ഓൾറെഡി മറ്റേ RPM മീറ്റേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര മുടക്കിയിട്ടുണ്ട്? ടോട്ടല് 3.5 ലക്ഷം രൂപ. വണ്ടിക്ക് എത്ര? 7 ലക്ഷം, പിന്നെ 3 ലക്ഷം മുടക്കിയിട്ടുണ്ടല്ലേ? പക്ഷെ ശരിക്കും സ്പോട്ട് ചെയ്യുമല്ലേ? കളറാണ് ഇത് വേറെ കാണിച്ചത്. ഈ സാധനം കണ്ടോ? ഇത് ബ്ലൂ ടിന്റ് അടിച്ച എക്സോസ്റ്റ് ആണ്. പക്ഷെ സ്റ്റിൽ ഓൺ സാധനം ഡമ്മിയാണ് കേട്ടോ അല്ലേ? ഡമ്മി പീസാണ്, പക്ഷെ സ്റ്റിൽ ഓൺ. ഇത് ഒരു നല്ലൊരു ആസ്തെറ്റിക്സ് ആണ്, നല്ലൊരു കിടിലൻ ലുക്ക്. ഇതും അടിപൊളി. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഇതിന്റെ ടെയിൽ ലൈറ്റ്. ഇത് മാറിയിട്ടുണ്ടല്ലേ? മാറിയിട്ടില്ലേ? കസ്റ്റമർ ഇത് സ്റ്റോക്ക് അല്ലല്ലോ? അല്ലല്ല, ഇത് മാറിയിട്ടില്ലേ? എൻ്റെ മോനെ ആനിമേഷൻ എടാ, ഇത് ഞാൻ എവിടെ കണ്ടിട്ടില്ല. ഈ ആനിമേഷൻ ഓടിയിൽ വരുന്ന അതേ ടൈപ്പ് സാധനം തന്നെ. പക്ഷെ കസ്റ്റം എവിടെ നിന്നാലും സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഉള്ളിലൊന്ന് കേട്ടോ. എടാ എല്ലാം ബ്ലൂവാ, ഫുൾ ബ്ലൂ. എടാ എന്താന്ന് അറിയത്തില്ല. ഇത് എല്ലാവരുടെയും വണ്ടിയാണല്ലോ. ഒന്നെങ്കിൽ ഉള്ളിൽ പച്ച എന്ന് വെച്ചാൽ പച്ച വണ്ടിയാണെങ്കിൽ ഉള്ളിൽ പച്ച, റെഡ് വണ്ടിയാണെങ്കിൽ ഉള്ളിൽ റെഡ്, ഈവൻ ഫുൾ ഇന്റീരിയേഴ്സ് വരെ. ഇതിനകത്ത് ഫുൾ ബ്ലൂ. ഇത് കസ്റ്റമൈസബിൾ ആണ്. RGB ആണോ? പറഞ്ഞാൽ ഇതിനകത്ത് RPM മീറ്റേഴ്സ് കയറ്റിയിട്ടുണ്ട്. എടാ ഇതൊക്കെ ചെയ്തിട്ട് എത്ര? ഈ RPM മീറ്റേഴ്സ് എത്ര ചെയ്യുന്നത്? അത് പക്ഷേ വാറണ്ടിയിൽ ബാധിക്കും. വാറണ്ടിയിൽ ബാധിക്കും. കണക്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ
കൊടുക്കുന്ന ടൈപ്പ് ആണല്ലേ? വാറണ്ടി ഉള്ളതുകൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ മോഡിഫൈഡ് വണ്ടിയിൽ പല പല ആംഗിളിൽ നിന്ന് പല പല ഇതിന് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മോഡിഫിക്കേഷൻ ഏതൊക്കെ ലെവലിൽ വരെ കൊണ്ടുവന്ന രീതിയിൽ എന്നെക്കാട്ടും കുറച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഇമാരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കാണുന്നതായിരിക്കും. താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലടാ. ഈ കണ്ട കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് ഇഷ്ടപ്പെട്ട കാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഒന്ന് താഴെ കമന്റ് അടിക്കാം. ഞാൻ 100% ഉറപ്പ് ഒരു വണ്ടിയിൽ വെച്ചടിക്കും. ഏതാണ്? ഏതിലും പറ്റും. ഞാൻ പറയും ഏത് വണ്ടിയാണെന്ന് പറയട്ടെ. അവന്മാരെല്ലാം അടിക്കുന്ന സിവിക്കിലായിരിക്കും. ആ പച്ച സിവിക് അല്ലെങ്കിൽ നമ്മുടെ സ്വിഫ്റ്റ്. ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻ്റെ കളറായെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ കണ്ടിട്ടാണ്. വണ്ടികൾ എന്നും ഒരു വികാരമാണ്. എല്ലാവർക്കും കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് കൊണ്ട് കടന്ന് എല്ലായിടത്തും സ്പോട്ടിങ്. ഇവന്മാർ കുറേ നമ്മുടെ ബോൾട്ടിന് എന്താണ് കുറേ മോഡിഫിക്കേഷൻ, സ്പോട്ടബിൾ മോഡിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുൾ വണ്ടിയുടെ കളർ മാറ്റാനൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ കാര്യം നിങ്ങൾ തോന്നുന്നുണ്ടോ നമ്മുടെ വണ്ടി ഡ്യുവൽ ടോൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്? കാരണം നമ്മൾ പാവപ്പെട്ട ആ ലെവലിൽ. ഓക്കെ കാര്യം, അപ്പോൾ നിങ്ങൾ താഴെ സജഷൻസ് പറയാം. നമ്മൾ വേറെ ലെവലിൽ ബോൾട്ട് കൊണ്ടുവരിക്കും. അത് മാത്രം ചിലപ്പോൾ എനിക്ക് വേറെ പ്രാന്ത് പിടിച്ച പരിപാടികളുണ്ട്. ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. എന്നാ നാരായണ ഇപ്പോൾ പറയണോ കോഡ് മച്ചവരെ? പോകുന്നതിന് മുമ്പായിട്ട് ഒരു ബാറ്ററി ലൈഫ് നമ്മളിപ്പോൾ തന്നെ ഒരു താറിലൊരു ഓഫ് റോഡ് പോകുന്നതായിരിക്കും. ഞാൻ ഓഫ് റോഡ് പോയിട്ട് പാതി രാത്രിയിൽ അരക്കട്ട ബാറ്ററി ആയിട്ട് വലിയൊരു കല്ലി അങ്ങോട്ടേക്ക് അതെ നമ്മൾ വണ്ടി അവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടം നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷേ പേര് പറ. അൻഷാദ്, ഷുഫൈക്ക്, നിഷാദ്, അദ്നാനോ. ഇതിലും പേരിടോ. മലപ്പുറം വേറെ ലെവല്. വേറൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ കണ്ട കിടിലൻ ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തത് നമ്മുടെ 2 ചങ്കന്മാരാണ്. ഇവരാണ് ആക്ച്വലി കേരളത്തിലെ ലൈസൻസ് കൊടുക്കുന്ന ആൾക്കാർ അല്ലേ? പറഞ്ഞോളാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രോൺസ്. നമ്മൾ കേരളത്തിൽ ഡ്രോണിന് ലൈസൻസ് കൊടുക്കാനുള്ള ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഉള്ളൂ. DGC അപ്രൂവ്ഡ് ആണ്. നമ്മൾ കോഴിക്കോട് ജയിൽ റോഡിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ഡ്രോൺ സംബന്ധമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സർവീസസ്, പിന്നെ മാനുഫാക്ചറിങ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സർവീസ്, മാനുഫാക്ചറിങ്, അത് മാത്രം ലൈസൻസിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതും വലിയ ഒരു റേറ്റ് ഇല്ലല്ലേ? ഗവൺമെന്റ് ഓതറൈസ് ചെയ്ത റേറ്റുകൾ മാത്രമേ നമ്മൾ വെറും 4 ഡേയ്സ് കൊണ്ട് നമ്മുടെ ലൈസൻസ് ഇവർ കയ്യിലെടുത്ത് കൊടുക്കും അല്ലേ? 4 ഡേയ്സ് കൊണ്ട്. സോ ഗൈസ് ഇവരുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്സ് ഗോൾഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫ്രീ ആയിട്ട് അക്കൗണ്ട് തുടങ്ങുക, ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാം.